Hi friends, welcome back to our channel Vaibella. ഇന്ന് വീണ്ടും ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിബൺ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ മലയാളത്തിലുള്ള ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽസ്, ഹിജാബ് ട്യൂട്ടോറിയൽസ്, അതുപോലെ എംബ്രോയിഡറി, DIY ജ്വല്ലറി മേക്കിംഗ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണുള്ളത്. അപ്പം എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു മുന്നേ ഞാൻ ഇതുപോലെ തന്നെ റിബൺ വെച്ചിട്ട് ചെയ്യുന്ന വേറൊരു റോസ് ഫ്ലവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള വേറൊരു റോസ് ഫ്ലവർ വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണിത് ചെയ്യാൻ. ഇത് നമുക്ക് റിബൺ വെച്ചിട്ട് ചെയ്യാണ് ഏറ്റവും സിമ്പിൾ. കാരണം പ്രത്യേകിച്ച് തുണിയൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ നെറ്റ് ക്ലോത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് ഫാബ്രിക് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു നെറ്റ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ വേസ്റ്റായി കിടന്ന ഒരു നെറ്റിൻ്റെ ക്ലോത്ത് പീസാണ്. ഇതിൽ നിന്ന് ഞാൻ നീളത്തിലൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഈ റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഉണ്ടാക്കുന്ന പൂവിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്കിതിൻ്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 34 ഇഞ്ചസ് നീളവും അതുപോലെ തന്നെ 2 ഇഞ്ച് വീതിയുമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പിന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ റിബൺ വെച്ചിട്ടാണ് ഈ ഫ്ലവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല വീതിയുള്ള റിബണ് സെലക്ട് ചെയ്യാം. ആദ്യം ഞാൻ ഈ തുണി എടുത്തിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ചെരിച്ചിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കി കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ നീളത്തിലുള്ള ഭാഗം, ഈ തുണിയുടെ ഈ നീളം കൂടിയ ഭാഗം വീണ്ടും ഞാൻ മുകളിലേക്ക് ഇതുപോലെ തന്നെ ചെരിച്ച് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മൾ ഇപ്പോൾ മടക്കി കൊടുത്തല്ലോ, അപ്പോൾ അവിടെ ഇനി അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി, ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നി വെച്ചിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ ഈ തുണി ബാക്കിലേക്ക് മടക്കി കൊടുത്തു. ഇനി വീണ്ടും ഞാനിത് മുകളിലേക്ക് ചെരിച്ചിങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോഴും ഒരു പിന്നെടുത്തിട്ട് താഴെ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്ത് സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പോഴാണ് അതവിടെ ശരിക്കും സേഫായിട്ട് നമ്മൾ മടക്കിയത് അതുപോലെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു തുണി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ ചെരിച്ച് മടക്കിയിട്ട് കംപ്ലീറ്റ് ഇതുപോലെ പിന്നി വെച്ചിട്ട് കുത്തി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ സൂചി വെച്ചിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സൂചിയിൽ ഇങ്ങനെ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. സെയിം കളർ ത്രെഡ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തുന്നി കൊടുക്കുന്നതിനനുസരിച്ച് നേരത്തെ കുത്തിവെച്ച ഓരോ പിന്നുകളും നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഊരി മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തുന്നി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു റണ്ണിങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ നൂലിൻ്റെ അറ്റം പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ച് ചുരുക്കിയിട്ട് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വലിച്ച് നമ്മൾ ചുരുക്കിയിട്ട് കൊടുക്കുക. അത് വളരെ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റാക്കി വലിച്ച് ചുരുക്കിയിട്ട് കൊടുക്കണ്ട, ചെറുതായിട്ട് വലിച്ച് കുറച്ച് ചുരുക്കിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് നമ്മൾ ആവശ്യത്തിന് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അറ്റം നമ്മൾ കെട്ടിട്ട് കൊടുത്ത് സെക്യൂർ ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അറ്റം മുതൽ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് തുടങ്ങണം. നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് താഴെ ശരിക്കും നല്ല ടൈറ്റാക്കി പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളിങ്ങനെ കുറച്ച് ഭാഗം റോൾ ചെയ്തതിന് ശേഷം അത് പിടിച്ചിട്ട് നമ്മൾ ഒന്ന് തുന്നി കൊടുക്കണം.
ഇതിപ്പോൾ തന്നെ നമുക്ക് ആ ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പായി വരുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിൽ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുന്നിയിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ ബാക്കി റോൾ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ കംപ്ലീറ്റ് റോൾ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ തുന്നാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൈ വിട്ടിട്ട് അതങ്ങ് റോൾ ചെയ്തതൊക്കെ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റോൾ ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നി കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബാക്കിയും ഇതുപോലെ കുറച്ച് റോൾ ചെയ്തെടുത്ത് തുന്നി കൊടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സൂചി വെച്ച് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് തുന്നിയിട്ട് നല്ല ടൈറ്റാക്കി വലിച്ച് തുന്നി കഴിഞ്ഞിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക, കെട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നൂലിൻ്റെ അറ്റം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതാ ഇപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കണ്ടല്ലോ എത്ര സിമ്പിളാണെന്ന്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു ലീഫും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ലീഫ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാൻ നല്ല വീതിയുള്ള ഒരു ഗ്രീൻ കളർ റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മളൊരു ടേപ്പ് വെച്ചിട്ട് ഇത് മെഷർ ചെയ്ത് നോക്കുക എത്ര നീളം വേണമെന്ന് നമുക്ക്. അപ്പോൾ ഞാനൊരു ഏകദേശം 6 ഇഞ്ച് നീളത്തിൽ റിബൺ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 2 അറ്റവും ലൈറ്റർ വെച്ച് പതുക്കെ ഒന്ന് ചൂടാക്കി സീൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ നൂലൊക്കെ പിന്നി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നൂലൊക്കെ അവിടെ ശരിക്ക് സെക്യൂറായി നിന്നോളും, പിന്നെ പിന്നി പോരൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ലൈറ്റർ വെച്ച് ചൂടാക്കി സീൽ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഷൈനിങ് ആയിട്ടുള്ള ഭാഗം അകത്തേക്ക് വരുന്ന രീതിയിൽ പകുതിയായിട്ട് മടക്കുക. ഇപ്പോൾ ഷൈനിങ് അല്ലാത്ത ഭാഗം പുറത്താണ് ഇരിക്കുന്നത്. ഇനി ഈ മടക്കിയ ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് ചെരിച്ചിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക, സിസേഴ്സ് വെച്ചിട്ട് വെട്ടിക്കൊടുക്കുക. ഇതാ ഞാനിപ്പോൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ഭാഗത്ത്, ഈ ചെരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്നിച്ച് പിടിച്ച് നമ്മൾ ചൂടാക്കിയിട്ട് സീൽ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ അങ്ങ് ഗ്ലൂ പോലെ ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചൂടാക്കി സീൽ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഇതൊരു എ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് സെൻറ്ററിൽ ശരിക്കും ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഒരു ലീഫാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളൊരു സൂചി എടുത്തിട്ട് നേരത്തെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഈ പിളർന്ന് നിൽക്കുന്ന 2 ഭാഗവും ഒന്നിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റം നന്നായി വലിച്ച് ടൈറ്റാക്കി കൊടുത്തിട്ട്, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ലീഫ് ഷേപ്പിൽ വന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ സൂചി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 1-2 പ്രാവശ്യം തുന്നി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം കെട്ടിട്ട് കൊടുത്ത് സെക്യൂർ ചെയ്തിട്ട് നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്കിത് നല്ലൊരു ലീഫ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്കൊരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ ലീഫ് നമ്മൾ ഈ ഫ്ലവറിൻ്റെ അടിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് ഹോട്ട് ഗ്ലൂ പോലെ ഏതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് വെച്ചിട്ട് തന്നെ തുന്നി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ലീഫും നമ്മൾ ബാക്കിൽ വെച്ച് കൊടുത്തു. നമ്മുടെ ഫ്ലവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു റോസ് ഫ്ലവർ നമുക്ക് എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് എന്നുള്ളത്.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് റിബൺ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. റിബൺ വെച്ചിട്ട് ചെയ്തെടുത്തൊരു ഫ്ലവറും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ കാണുന്ന ഫ്ലവർ ഞാൻ നേരത്തെ കാണിച്ച യെല്ലോ കളർ റിബൺ വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. റിബൺ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി സിമ്പിളാണിത് ചെയ്യാൻ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഹെയർ ബാൻഡിലും ഹെയർ ക്ലിപ്പിലും അതുപോലെ തന്നെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടി പർപ്പസ് ഫ്ലവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്